അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഈ റോഡ് നടക്കട്ടെ. ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഇതിൻ്റെ താറിപ്പണി കഴിയട്ടെ. കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ജനപ്രതിനിധിയാണെങ്കിൽ അപ്പം നമുക്ക് 1 കോടി രൂപ ചെലവഴിച്ചിട്ട് നമുക്ക് അപ്പം റബ്ബറൈസ് ചെയ്യാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാലത്ത് ആരാൻ്റെ വിറക് കുട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമൂഹം, ഒരു സമുദായം വളരെ അന്ധകാരത്തിൽ നിന്നൊരു കാലഘട്ടത്തിലും ഈ പാർട്ടിയെ എടവണ്ണ പഞ്ചായത്തിൽ 100% ഒരു പ്രദേശത്തുള്ളവർ ലീഗിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പന്നിപ്പാറ പള്ളിമുക്കിലുള്ള ജനങ്ങളാണ്, സഹോദരിമാരാണ്, സഹോദരന്മാരാണ്, ആണെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. എൻ്റെ വന്ദനായ പിതാവ് നിങ്ങളുടെ പ്രിയങ്കരനായ സീതി ഹാജി ഉള്ള കാലഘട്ടം മുതൽ, ഇവിടെ തങ്ങന്മാരൊക്കെ ഉള്ള ആ കാലഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗിന് ഏറ്റവും പേരുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, സീതി ഹാജി രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ CHൻ്റെ സന്തത സഹചാരിയായിരുന്ന സീതി ഹാജി അന്ന് പള്ളിമുക്കിൽ ആ കാലഘട്ടത്തിൽ 970 കാലഘട്ടത്തിൽ ഒരു LP സ്കൂൾ ആദ്യമായി എയ്ഡിൽ അനുവദിച്ച ഒരു പ്രദേശമാണ് ഈ പള്ളിമുക്ക് എന്നുള്ളത് കൂടി അഭിമാനത്തോടു കൂടി ഈ പുതിയ തലമുറ ഓർക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ചരിത്രം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തെ പറ്റി പറയാനുണ്ട്. ഒരു അവികസിത പ്രദേശമായിരുന്നു ഈ പ്രദേശം, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇന്ന് എല്ലാ അർത്ഥത്തിലും ഗതാഗത സൗകര്യമുള്ള, എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ വികസനം കൊണ്ടൊക്കെ ഏറ്റവും അധികം നേട്ടങ്ങൾ കിട്ടിയ, പാർട്ടിയെ കൊണ്ട് ഏറ്റവും നേട്ടം കിട്ടിയ ഒരു പ്രദേശമാണ് പള്ളിമുക്ക്. ഈ പള്ളിമുക്കിൽ ഞങ്ങളുടെ ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു അംഗനവാടി, ഇവിടെ നിയാസും നമ്മുടെ ജുനും അതുപോലെ തന്നെ അയ്യൂബും ഒക്കെ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ യാദൃശ്യമായി തങ്ങളോട് ചോദിച്ചു, തങ്ങളൊക്കെ ഇവിടെ ചോദിച്ചപ്പോൾ അംഗനവാടി ഇല്ല ചോദിച്ചു. അംഗനവാടിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വാടകെട്ടിനായതുകൊണ്ട് അംഗനവാടി മാറ്റിയിരിക്കണതാണ്. അങ്ങനെ ഇവിടെ വന്ന് തങ്ങളെ സ്ഥലം 4 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരാഴ്ചക്കൊക്കെ ബഹുമാനിയായ നമ്മുടെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി CSR ഫണ്ട് ഉപയോഗിച്ച് 52 ലക്ഷം രൂപ അനുവദിച്ച് ഹൈടെക് ഒരു അംഗനവാടി എടവണ്ണ പഞ്ചായത്തിൽ ആദ്യമായി വരുന്നതും ഈ പള്ളിമുക്കിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് ടെൻഡർ കഴിഞ്ഞു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ ഒരു റോഡ് ഒന്ന് കേടുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണത്. റോഡ് നമുക്കൊരു ഘട്ടത്തിൽ നമ്മൾ 2001 ഈ റോഡ് ടാർ ചെയ്ത് തുടങ്ങിയതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഐക്യ ജനാധിപത്യ മന്ത്രിയുടെ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, VK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ വികസന കാര്യത്തിൽ എനിക്ക് ഏറ്റവും അധികം താങ്ങും തണലുമായിരുന്ന കേരള കോൺഗ്രസിൻ്റെ മഹാനായ നേതാവ് ബഹുമാന്യനായ ആദരണീയായ KM മാണി സാർ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്നാണ് ആദ്യമായി പള്ളിമുക്കൽ ഈ റോഡ് ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ ടാർ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ആദ്യം തുടക്കം കുറിക്കുന്നത്. പിന്നീട് MP അബ്ദുസ്സമദ് സമദാനിയുടെ MPയുടെ ഫണ്ടാണ് ഈ വഴിയിലേക്കുള്ളതിലേക്ക് അന്ന് പോയത്, 10 ലക്ഷം രൂപ. ബഹുമാനം അതുപോലെ തന്നെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ സമയത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ട് നിന്നു. അങ്ങനെയാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യായ ചെർക്കളം അബ്ദുള്ള സാഹിബ് മന്ത്രിയെ കൊണ്ടുവന്ന് അതിൻ്റെ അന്നത്തെ വികസന പെരുമയ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലാണ്. പള്ളിമുക്കിനെ എന്നും ചേർത്ത് പിടിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി റോഡ് നന്നാക്കി 20 ലക്ഷം റുപ്യ കൊടുത്തു, ടെൻഡർ ചെയ്തു. നിങ്ങൾ പറയാണ് അത് ക്യാൻസൽ ചെയ്തോളി, റബ്ബറൈസ് ചെയ്യണമെന്നാണ്. റബ്ബറൈസ് ചെയ്താൽ ഫണ്ടൊക്കെ ഞാൻ തരാം, പക്ഷെ പിന്നെ അത് നടക്കൽ വർഷകാലം കഴിഞ്ഞാൽ ഏതാ വേണ്ടി അത് പറയും. രണ്ടും പറയണ്ടല്ലോ, അല്ല രണ്ടും കൂടി നടക്കൂല. കാരണം ഒന്ന് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കൊടുത്ത് അവിടെ കേട്ടിട്ട് ജനപ്രതിനിധികളുണ്ട്. ഒരു ഫണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ കഴിയുമ്പോൾ വേറെ ഫണ്ട് പറ്റില്ല. അപ്പോൾ ഞാനിങ്ങോട്ട് വെറുതെ പറഞ്ഞു പോയില്ല, കാരണം നാളെ ഞാൻ അങ്ങോട്ട് വരേണ്ടതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഈ റോഡ് നടക്കട്ടെ. ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഇതിൻ്റെ താറിപ്പണി കഴിയട്ടെ. കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ജനപ്രതിനിധിയാണെങ്കിൽ അപ്പം നമുക്ക് 1 കോടി രൂപ ചെലവഴിച്ചിട്ട് നമുക്ക് അപ്പം റബ്ബറൈസ് ചെയ്യാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനൊരു മാർഗം ഉണ്ടാവും. അല്ലാതെ വെറുതെ ഞാൻ ഇവിടുന്നാണ് പറഞ്ഞിട്ട് ഇവിടുന്ന് നിയാസ് നിങ്ങൾ പറഞ്ഞ് ഏറ്റുപോയില്ല എന്നുള്ളതും അയ്യൂബിനും പറയാൻ നിൽക്കണ്ട, ജുനും പറയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. വികസന കാര്യത്തിലൊന്നും നമുക്കൊരു വിഷയങ്ങളില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അധികാര പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്. കേരളത്തിലെ ജനങ്ങൾ ഒക്കെ കാത്തു നിൽക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലിട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രിയപ്പെട്ട KT ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും UDF ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് പറയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി, ബ്ലോക്കിൻ്റെ ഭരണം കിട്ടി, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി, സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടുമ്പോഴാണ് നമ്മളിതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ആവേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പറയേണ്ടത്. പിന്നെ അയ്യൂബെ പാലം അങ്ങോട്ട് തരാൻ പറ്റില്ല, അത് ആര്യത്തോടുക്ക് എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒതായും ആര്യത്തോടും കൂടി ഒക്കെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാലാണ്. നമുക്ക് അങ്ങോട്ട് പിന്നെ ആര്യത്തോടുക്ക് അല്ല മറ്റേ പാലപ്പറ്റൊക്കെ എല്ലാം റോഡൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കുക. എല്ലാവരും പാലം പറഞ്ഞാൽ പിന്നെ CH പറഞ്ഞാൽ അതിൽ ചാലിയാർ മുഴുവൻ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. ചാലിയാർ മുഴുവൻ കോൺക്രീറ്റ്. നാളെ വടശ്ശേരി പോയപ്പം അവിടെയും വേണം പാലം. എങ്ങനെ നടക്കണേ? അപ്പോൾ ഓരോ സംഗതികളും നടക്കട്ടെ. ഇപ്പം ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരാനും പോകാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഭാഗത്തുമുണ്ട്. നിങ്ങൾ ആലോചിക്കണേ, ഇടവണ്ണ സീരിയാജ് പാലം കഴിഞ്ഞു, മൈത്ര പാലം, അരീക്കോട് പാലം, അപ്പുറത്തെ മമ്പാട് പിന്നെ പാലം റെഗുലേറ്ററൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരുപാട് പാലങ്ങൾ വന്നില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. അതൊക്കെ ഇപ്പം കാലാന്തരത്തിൽ വരണം. മറ്റ് വികസനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ വികസനങ്ങളൊക്കെ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, ഒരുപാട് മുതലും ഒരുപാട് റഹ്മത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിന് നിങ്ങൾ സ്ഥലം കാണി. ആ ഗ്രൗണ്ടിന് സ്ഥലം കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ MLA അതിന് ഫണ്ട് തരാം. അതിന് നിങ്ങളെല്ലാവരും നോക്കി. ഞാൻ യാസിനോട് പേരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കുണ്ടല്ലോ ആരുടെയെങ്കിലും മുതൽ കുറച്ച് പൈസക്ക് വാങ്ങി, നിങ്ങൾ വാങ്ങിയിട്ട് ഒരു 30-40 സെൻറ്റോ വാങ്ങി നല്ല ഒരു മഡ് ടർഫ് ഗ്രൗണ്ടിനുള്ള ഫണ്ട് MLA അനുവദിച്ചു തരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി കുട്ടികളെ നിങ്ങൾ ഇവരെ വൈത്താനാണ് കൂടിക്കോളി, ബാക്കി അത് സംഗതി നടന്നോളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഇവർക്കൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊക്കെ രസിക്കാൻ എല്ലാവർക്കും സൗകര്യപ്രദമായ ഏതായാലും എനിക്കറിയാം എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് മുൻപന്തിയിലാണ്. ഫണ്ട് ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾ അതിനും കൂടി ഒന്ന് മെനക്കെടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഗ്രാമപഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യത്തിലൂടെ 18 മെമ്പർമാർ ജയിച്ചിട്ടുണ്ട്. ഐക്യ ജനാധിപത്യത്തിലൂടെ ഒരു നല്ല ഉജ്ജ്വലമായ ഒരു ഭരണം ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ UDF ഭരണസമിതി കാഴ്ചവെക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും അതുപോലെ തന്നെ വികസന രംഗത്തും ഒരു കുതിപ്പ് ഈ വരാൻ പോകുന്ന 2025 മുതൽ 2026 മുതൽ 2030 ഡിസംബർ വരെയുള്ള ഈ ഐക്യ ജനാധിപത്യ ഭരണസമിതി ജനങ്ങളുടെയും നിങ്ങളുടെ വിചാരങ്ങൾക്കും ഒക്കെ അനുസരിച്ചു കൊണ്ടുള്ള സ്വപ്നങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, എല്ലാവർക്കും സഹായം നൽകാൻ, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള ഒരു ഓഫീസായി നമ്മുടെ ഓഫീസ് മാറട്ടെ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫീസായി അത് പ്രവർത്തിക്കും. കെട്ടിനും മട്ടിനും ഒക്കെ ആധുനിക രീതിയിലുള്ള ഒരു ഓഫീസാക്കി അത് മാറ്റാൻ ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.